ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡോക്ടർ ഫിക്സിൻ്റെ പ്രൊഡക്റ്റാണ്. അത് നമ്മൾ URP എന്ന പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 45 GSMൻ്റെ ഫൈബർ മെഷ്. അപ്പോൾ സിമെൻ്റാണ് നമ്മൾ അൾട്രാടെക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നമുക്കൊന്ന് കാണാം. അൾട്രാടെക്ക് സിമെൻറ്റ് നമ്മൾ 1 കപ്പ് ഇട്ടു. 1 കപ്പ് URP ആണ്. ഇപ്പോൾ 1/4 കപ്പ് വാട്ടർ. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മെഷീൻ ഉപയോഗിച്ച് തന്നെയാണ് മിക്സ് ചെയ്യണം. ഷാജേട്ട മെഷ് ഒട്ടിച്ചത് അടുത്ത മെഷ് അപ്ലൈ ചെയ്യാനിത് പോകുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കിത് അപ്പുറത്ത് ക്ലീനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3000 സ്ക്വയർ ഫീറ്റിൻ്റെ കണ്ടംപററി വീടാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ നമ്മൾ ഇന്ത്യയിൽ വർക്ക് കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫിങ് എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യണം. നമ്മൾ ഒരു മെഷ് ഒട്ടിച്ചു. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ മെഷ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ടേ നമ്മളൊന്നുകൂടെ ബ്ലോവർ വെച്ച് പൊടിയെല്ലാം ഒന്ന് കളയണം. എന്നിട്ട് മാത്രമേ നമ്മളിത് അടുത്ത മെഷ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. എന്നാലേ കറക്റ്റായിട്ട് നമ്മളെ സ്ലാബിലത് ബോണ്ട് ചെയ്ത് നിൽക്കുള്ളൂ. നമ്മളിപ്പോൾ മെഷ് വിരിച്ചിട്ടുണ്ട്. 45 GSMൻ്റെ മെഷ് വിരിച്ചിട്ട് അത് സ്ലാബ് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് എന്നിട്ട് നമ്മളത് എയർ കളയണം. അപ്പോൾ നമ്മളെ സാഹചര്യം അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്നാലേ കറക്റ്റായിട്ട് നമ്മൾ ആ എയർ അതിന് പോവുള്ളൂ. ഇതൊക്കെ കണ്ടല്ലേ, കറക്റ്റായിട്ട് ഇത് ഫിക്സ് ആയിട്ട് കിടക്കും. അതിനുശേഷമാണ് നമ്മളിത് അതുപോലെ തന്നെ നമ്മൾ ഇടവിട്ട് ഒരു 15 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ മിക്സാക്കിയ കെമിക്കൽ ഒന്നുകൂടെ നമ്മൾ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് കട്ടാവാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ ആ വെള്ളം മുകളിലും സിമെൻറ്റ് താഴെയും കൊടുക്കും. നമ്മൾ ഓരോ മെഷ് വിരിക്കുമ്പോഴും അതുപോലെ നമ്മളിതുപോലെ ബ്ലോവർ വെച്ച് നല്ലോണം ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ പ്രഷർ പമ്പ് ഉപയോഗിച്ചാലും നമ്മൾ ചളിയെല്ലാം പോയാലും ഒരു പൊടി ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ, നമ്മളെ കാലിൽ വരുന്ന പൊടിയെല്ലാം. അപ്പോൾ നമ്മളത് ഓരോ മെഷ് വിരിക്കുമ്പോഴും നമ്മളിതുപോലെ ബ്ലോവർ അടിച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ മാത്രം മെഷ് വിരിക്കുക. എന്നാലും കറക്റ്റായിട്ട് നമ്മൾ സ്ലാബിൽ മെഷ് ബോണ്ട് ചെയ്ത് നിൽക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ചുമരിൽ നമ്മളിവിടെ ഒരടി കയറ്റി ചെയ്തിട്ടുണ്ട്. വാട്ടർ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സ്ലാബിൻ്റെ മുകളിൽ നിന്ന് ചാടുന്ന വെള്ളമല്ലേ, ആ ഡയറക്റ്റായിട്ട് നമ്മൾ ചുമരിലേക്ക് തെറിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ ചെയ്യണം. ഇതൊരു 3 അടിയോളം തള്ളുണ്ട് ഈ സ്ലാബ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരടി ചെയ്തത്. ഇനിയിപ്പോൾ അത്രയും തള്ളില്ലെങ്കിൽ നമ്മൾ വെള്ളം എത്രത്തോളം തെറിക്കുന്നുണ്ട് അത്രത്തോളം നമ്മൾ ഹൈറ്റിൽ ഇത് ചെയ്യും കേട്ടോ. നമ്മളിതിപ്പോൾ ഇന്നലെ വാട്ടർ പ്രൂഫ് ഇവിടെ ചെയ്തതാണ്. അപ്പോൾ അത് ഇന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കണം. നമ്മൾ പ്ലാസ്റ്ററിങ് നനയ്ക്കും പോലെ നനയ്ക്കണ്ട. നമ്മൾ സിമെൻറ്റ് ഷൂസ് വാട്ടർ പ്രൂഫ് ആകുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണുള്ളൂ. നമ്മളിപ്പോൾ അതവിടെ വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ നമ്മൾ അപ്പുറത്ത് അങ്ങാടിപ്പുറത്ത് പൂരം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് തോന്നുന്നുണ്ട് വീടുകളിൽ ഈ പൂതങ്ങളൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഏരിയകളിലൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ബെൻഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ, സൈഡ് കണ്ടോ. ഇത്രയും ഫ്ലെക്സിബിളാണ് നമ്മളെ URP എന്നുള്ള പ്രൊഡക്റ്റ് കേട്ടോ. നമ്മൾ ഈ മെഷ് വെച്ചിട്ട് സെൻറ്ററിൽ നിന്നാണ് നമ്മൾ URP അപ്ലൈ ചെയ്യണത്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എയർ കുടുങ്ങാതിരിക്കാനാണ്. നമ്മൾ സെൻറ്ററിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ 2 സൈഡിലേക്ക് നമുക്ക് എയർ കളയാൻ പറ്റും. നമ്പറൊക്കെ അടിച്ചിട്ടുണ്ട്, മെഷ് ഫിക്സ് ചെയ്തു. ഇപ്പോൾ ചെയ്യണത് എന്താ വെച്ചാൽ നമ്മൾ ഈ നല്ല പൊങ്ങി നിൽക്കണതൊക്കെ ഉണ്ടാവും, അതെല്ലാം നമ്മൾ പേപ്പർ ഇട്ടിട്ട് ബ്ലോവർ കൊണ്ട് അടിച്ച് ക്ലീൻ ചെയ്യാം. ഇത് നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ റൂഫ് കോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. UV റെസിസ്റ്റൻ്റ് ആണ് ഈ റൂഫ് സീൽ എന്ന പ്രൊഡക്റ്റ്. ഏറ്റവും കൂടുതലുകൊണ്ടാണ് നമുക്കത് അറിയാത്തത്. എവിടെ കുറച്ചും കൂടി ഇർട്ടത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കിതിൽ നാനോ ഫൈബറിൻ്റെ ഇതാണ് നീല കാണാൻ പറ്റും. റൂഫ് സീൽ എന്നുള്ള പ്രൊഡക്റ്റ് നമ്മളിത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് റോളറിനാണ് ചെയ്യണം. നമ്മളിത് റൂഫ് സീൽ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ക്ലീനിങ്ങും നമ്മൾ ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ടൈം മാത്രമല്ല, നമ്മൾ ഓരോ ലെയറും അപ്ലൈ ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ ക്ലീനിങ്ങും ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഈ കാറ്റത്തേക്കെല്ലാം പൊടികളൊക്കെ വന്ന് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് ഏത് കമ്പനി ചെയ്യണമെന്നില്ല, നമ്മളിത് എങ്ങനെ ചെയ്യണമെന്നുള്ള രീതിയിലാണ് വാട്ടർ പ്രൂഫ് ലൈഫ് കിട്ടുക. അതുപോലെ ഇവിടെല്ലാം നമുക്ക് സെക്കൻഡ് കോട്ട് കഴിഞ്ഞ് ചുമരിലൊക്കെ കയറ്റി ചെയ്യുമ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യണടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, മെഷ് നമ്മൾ ഒരു 2 ഇഞ്ച് താഴെ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ എത്ര ലെയർ അടിക്കുന്നോ ആ ലെയറെല്ലാം നമ്മൾ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്യണം. അരഞ്ച് ഇങ്ങനെ താഴോട്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ
എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിവിടെ തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ ഇത് റിമൂവ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ രണ്ടാമത് നമ്മൾ ബക്കറ്റിൽ നിന്ന് എടുക്കുമ്പോഴേ നന്നായിട്ട് ബക്കറ്റിൽ നിന്ന് കുലുക്കിയതിന് ശേഷം മാത്രം എടുക്കുക. എന്താ വെച്ചാൽ ദൂരെ കിടക്കുന്നുണ്ടാവും. സൺസൈഡൊക്കെ ചെയ്യുമ്പോൾ നമ്മളിത് അതിൻ്റെ നെറ്റി ഭാഗം കൂടെ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യണേ, അല്ലെങ്കിൽ വെള്ളം ഒലിച്ചിറങ്ങുമ്പോൾ പിന്നീടൊരു ബുദ്ധിമുട്ടാവും അത്. 3 മണിയിലാണ്. അപ്പോൾ അതാ നല്ല വെയിലാണ്. അവിടെ ഉണ്ടോ സാഹചര്യം ഇതാ ചെരുപ്പില്ലാതെയാണ് അവിടെ നിൽക്കണേ. ഇതാ ഇവിടെ നമ്മളിതാ പ്രൈമർ അടിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ നമുക്ക് ഷൂ ഇട്ടിട്ടേ നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ട അവിടെ ചെരുപ്പില്ലാതെ നിൽക്കണേ. അവിടെ നമ്മളിതാ സെക്കൻഡ് കോട്ട് അടിക്കണുള്ളൂ. ഇനി നമുക്കൊരു കോട്ട് കൂടെ അടിക്കാണ്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ചൂട് എത്രത്തോളം കുറയും നിങ്ങൾക്ക് തന്നെ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതാ നമ്മളെ ഏട്ടപ്പോൾ ഇതാ ലാസ്റ്റത്തെ ഫൈനൽ കോട്ട് ഇതാ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റോപ്പ് സൈഡ്. അപ്പോൾ നമ്മളിതാ വാട്ടർ പ്രൂഫിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മളുടെ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സൺസൈഡ് എന്താ ചെയ്യാൻ നമുക്ക് താഴെ ഇപ്പോൾ ഇതാ മെഷൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ മെഷ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോൾ നമ്മൾ ടോപ്പ് ഭാഗത്തുനിന്ന് ഫസ്റ്റ് ചെയ്ത് വരണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ താഴെ ആദ്യം ചെയ്താൽ പിന്നെ നമ്മൾ മുകളിൽ ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യണമൊക്കെ അതിൻ്റെ മുകളിലോട്ട് ചാടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ പുട്ടി വരുന്നുണ്ട് ചുമരിൽ. അപ്പോൾ നമ്മളിവിടെ ഇത് റൂഫ് സീൽ ഇവിടെ കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഈ ഭാഗം നമുക്ക് പുട്ടി വരുന്നതുകൊണ്ട് നമ്മളിതാ URP മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ.